ആയുർപാതികയിലെ പാദരക്ഷകൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആയുർപാതികയിലെ പാദരക്ഷകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിന്റെ പ്രോസസ്സ് എന്താ. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം സാധനങ്ങൾ അല്ലേ. ഇതൊരു ഫാൻസി പ്രോഡക്റ്റ് അല്ല, ഫാൻസി ചെരുപ്പല്ല, നമ്മളൊരു ഹെൽത്തി പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം പാലിച്ചിട്ട് അതിന്റെ കൃത്യതയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ. അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അവർ കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഇത് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും ഇതിട്ട് കഴിയുമ്പോഴില്ല. മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മാരകമായ കണ്ടുപിടുത്തം ആറ്റം ബോംബല്ല, ചെരുപ്പാണ്, പാദരക്ഷയാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും ഭൂമി സ്പർശിക്കുന്നേ ഇല്ല. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് അനിവാര്യമായ ഘടകമാണ്. ഈ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സാധാരണ പാദരക്ഷകൾ എന്ന് പറയുന്നത് നമ്മളെ പാദത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ആയുർപാതികയിലെ പാദരക്ഷകൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആയുർപാതികയിലെ പാദരക്ഷകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിന്റെ പ്രോസസ്സ് എന്താ. നിർമ്മാണത്തിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണിത്. അതായത് ഇവിടെയാണ് നമ്മുടെ ആയുർവേദ മരുന്നുകളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. രാമച്ചം, കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, മൺചട്ടിക്കോലി, ഇങ്ങനെ തുടങ്ങിയ ഒരു ആയുർവേദ മരുന്നുകളുണ്ട്. ഇതുപോലെ ആവശ്യത്തിന് നമ്മളെടുത്ത് അറഞ്ഞെടുത്തിട്ട് ഇത് അപ്പുറത്തെ യൂണിറ്റിലാണ് പൗഡറൈസ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന പൗഡറിനെയാണ് നമ്മൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മരുന്നുകളും അതാതിന്റെ റേഷ്യോയിൽ, ഇതിനെല്ലാം ഒരു പ്രത്യേക റേഷ്യോയിലാണ്, പ്രത്യേക അനുപാതത്തിലാണ്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം സാധനങ്ങൾ അല്ലേ. ഒത്തിരി എഫേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒത്തിരി എഫേർട്ട് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതില്. അപ്പൊ ഇതാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫാൻസി പ്രോഡക്റ്റ് അല്ല, ഫാൻസി ചെരുപ്പല്ല, ഹെൽത്തി പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം പാലിച്ചിട്ട് അതിന്റെ കൃത്യതയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ. അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. അതുകൊണ്ടാണ് കുറെ സമയം എടുത്ത് നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ പറ്റും. കുറച്ച് സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് ബോർഡിന്റെ പുറത്ത് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒത്തിരി ലെയർ ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ 3 ലെയർ ഇതിൽ തേച്ച് ഉണക്കിയെടുക്കും. ആദ്യത്തെ ഒരു ലെയർ തേച്ച് നന്നായിട്ട് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഉണക്കി എടുത്തിട്ട് വീണ്ടും രണ്ടാമത് ഇതുപോലെ മരുന്നിട്ടിട്ട് ഒരു ലെയർ കൂടി തേക്കും. അത് ഉണക്കി എടുത്തിട്ട് മൂന്നാമത് ഒരു ഫൈനൽ കോട്ടിംഗ് കൂടെ തേച്ചാണ് ഉണക്കിയെടുക്കുന്നത്. ഒരു ലെയർ ഉണങ്ങാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും? ഒരു 2 ദിവസം 3 ദിവസം നമ്മുടെ കാലാവസ്ഥയുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇവിടെയും എനിക്ക് തോന്നുന്നു ടൈം എടുക്കും. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് സാധാരണ ഒരു ചെരുപ്പെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. ഒത്തിരി സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. അതുപോലെ ഒരുപാട് മാൻ പവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അത്രയും കൂടുതൽ എഫേർട്ട് ഇതിന്റെ പിന്നില് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആയുർപാതികയുടെ മെഡിക്കേറ്റഡ് ബോർഡ് ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതായത് ഏകദേശം 7 days ഉണങ്ങിയ ബോർഡാണ് ഈ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഡൈ ആണ്. ഈ ഡൈസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്ന പീസാണ് ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ അതാണ്. ഷൂവിന് വെക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഇൻസോളും ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ചെരുപ്പിന്റെ ഏറ്റവും ബേസ്, ഏറ്റവും പ്രധാന കാര്യമാണ് ഈ മെഡിക്കേറ്റഡ് ബോർഡ് സ്റ്റിച്ച് ചെയ്ത് അതിന്റെ സൈഡെല്ലാം ബൈൻഡ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടാണ് പിന്നെ താഴെ ഫിറ്റിംഗിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ അവിടെ ഇതിന് മുമ്പുള്ള എല്ലാ പ്രോസസ്സും കണ്ടു കഴിഞ്ഞു. ഈ ചെയ്ത സാധനങ്ങളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് മൊത്തത്തില് ഇത് ചെരുപ്പിന്റെ രൂപത്തിൽ അസംബിൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇത് അപ്പർ മാത്രം ഉണ്ടാക്കുന്നത്, ചെരുപ്പിന്റെ മോൾ ഭാഗത്ത് സ്ട്രാപ്പ്, ലെതർ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് അവിടെയാണ്. അതിന്റെ അടിയിലത്തെ ഭാഗങ്ങൾ ബാക്കിയെല്ലാം ചേർത്ത് ചെരുപ്പിനെ ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് ഒരു ഫുൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ഇവിടെയാണ്. ഫൈനലി ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ചെരുപ്പിന്റെ ഷേപ്പിലാക്കിയതിന് ശേഷം അതിനകത്ത് വെച്ചിട്ട് ഫുള്ളി നല്ല ടൈറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചേർന്ന് ഫിനിഷ്ഡ് ആയിട്ട് കിട്ടും. ആയുർപാതികയുടെ മാസ്റ്റർ ബ്രെയിനെ നമുക്ക് പരിചയപ്പെടാം. പ്രൊഫസർ ഗോപകുമാർ സർ, നമസ്കാരം സർ. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയം എങ്ങനെയാണ് സാറിന്റെ മനസ്സിലാവുന്നത്? എൻ്റെ അവരുടെ പഴയ തറവാടാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു താളിയോല ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേക ഔഷധ കൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കാലിൻ്റെ പാദത്തിൽ അരച്ച് പുരട്ടിയാൽ നമ്മളുടെ ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വാതരോഗം കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, പാദത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതിനൊക്കെ ഒരു പരിഹാരം
ആയിട്ടാണ് അതൊന്ന് പറ്റിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു ചെരുപ്പിൻ്റെ രൂപത്തിലേക്ക് ആക്കിയാൽ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത പോയത്. ഞങ്ങളത് ഒരു ചെരുപ്പിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഈ ആയുർവേദ മരുന്നുകൾ പുരട്ടി നമ്മൾ കുറച്ച് ചെരുപ്പുകൾ നിർമ്മിച്ച്. അത് 2015 ഇത് നടക്കുന്നത്. അപ്പോൾ അത് ചില സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾക്കാണ് കൊടുത്തത്. വളരെ പോസിറ്റീവ് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. 2015 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ സമയം. അപ്പോൾ ഈ ഒരു ആശയം 2015 വരുന്നത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചെരുപ്പിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ എത്തിച്ചു. കുറച്ച് ആളുകൾക്ക് വ്യക്തിപരമായി നമുക്കറിയാവുന്ന ആളുകൾക്ക്, അതിനകത്ത് സെലിബ്രിറ്റീസ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള അധ്യാപകരൊക്കെ ഉണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആക്കി കൊടുക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് അവിടെയാണ് വരുന്നത്. അങ്ങനെയാണ് ആയുർപാദുക എന്ന ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ ഈ പാദരക്ഷകളെ ഇറക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളെ സാധാരണ പാദരക്ഷകൾ പോലെ അല്ല ഒരിക്കലും. അല്ല, ഒത്തിരി അസുഖങ്ങൾക്ക് അല്ലേ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് ഇത് വെച്ച് കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. അത് സാധാരണ പാദരക്ഷ എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ രക്ഷയാണ്. അതെ അതെ. ഞങ്ങളിതൊരു പാദരക്ഷയായിട്ട് മാത്രമല്ല കാണുന്നത്, ടോട്ടൽ ആരോഗ്യ സംരക്ഷണമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ആരോഗ്യ സംരക്ഷണം ഒരു ചെരുപ്പിൽ കൂടെ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി, അത് ഒരു സെൻസ് പോവുകയാണ്, ഞരമ്പുകളുടെയൊക്കെ സെൻസ് കുറയുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അസ്വസ്ഥതകളാണ്. അതുപോലെ തന്നെ റുമാറ്റിക് അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഇതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത കാല് കോച്ചി പിടിക്കുക, പിന്നെ അതുപോലെ തന്നെ കാലിലെ ചില അസ്വസ്ഥതകൾ വരിക, മസിൽ കയറുക. ഇതിന് ഒരു വലിയ പരിഹാരമാണ് ഈ ആയുർവേദ ഈ പാദരക്ഷ. സാറിന് ആദ്യം സാറ് പറഞ്ഞല്ലോ ട്രയൽ അടിസ്ഥാനത്തിൽ കുറച്ച് പേർക്ക് പരീക്ഷണ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്ന്. അപ്പോൾ ആ ഫസ്റ്റ് വന്ന ആ റിവ്യൂസ് സാർ ഇതിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ട്? അല്ല, ഇതിപ്പോൾ നല്ല ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ ചെരുപ്പ് നിർമ്മിച്ച് വന്നപ്പോഴേ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, പക്ഷെ അതേ ഒരു സീനിയർ പോലീസ് ഓഫീസറാണ്, എന്നോട് പറഞ്ഞു ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, വീടിനകത്തല്ലേ ഇടുന്നത്, അപ്പോൾ ഇത് നമുക്കൊരു ഇൻസോൾ ആക്കി തന്നാലേ എൻ്റെ ഷൂസിനകത്തൊന്ന് വെച്ച് നോക്കാം. അങ്ങനെ അപ്പോൾ ഒരാശയം വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാനിച്ച് നമ്മൾ ഇൻസോൾ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ആ ഇൻസോൾ അദ്ദേഹത്തിന് മാത്രമല്ല കൊടുത്തത്, ചില അഭിഭാഷകർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മറ്റ് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ചില അധ്യാപകർക്ക് കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഇതിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അവർ കൂടുതൽ കംഫർട്ടബിൾ ആണിത്. കാലിനുണ്ടാകുന്ന കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാലിനുണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും ഇതിട്ട് കഴിയുമ്പോഴില്ല. ഒത്തിരി നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. വളരെ നല്ലതാണ്. ഞാൻ പിന്നെ എൻ്റെ ബന്ധുക്കളെ ചില ആളുകൾ പിന്നെ ഉത്തരേന്ത്യയിലുണ്ട്. ഉത്തരേന്ത്യയിൽ വലിയ തണുപ്പ് സീസൺ വരുമ്പോഴേ എൻ്റെ ഒരു ആൻറ്റിക്ക് അയച്ചു കൊടുത്തു ഇതെങ്ങനെയൊന്ന് റിസൾട്ട് പറയാൻ. അപ്പോൾ അവർ പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന ആളാണ്, ഹൗസ് വൈഫാണ്. ഇതിട്ട് കഴിഞ്ഞപ്പോഴേ ബോഡി ടെമ്പറേച്ചർ വലിയ പ്രശ്നം വരുന്നില്ല. മറ്റേ തണുപ്പ് പെട്ടെന്ന് കാലിൽ കൂടെ അരിച്ചു കയറും, അങ്ങനെ സംഭവമേ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ കൃത്യമായി ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടും എന്ന് നോക്കി നമ്മളത് കൃത്യമായൊരു ഫീഡ്ബാക്കിലാണ് നമ്മൾ നിർമ്മിച്ചു തുടങ്ങിയത്. എൻ്റെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകന് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുന്ന പയ്യനാണ്. അപ്പോൾ അവൻ ഇങ്ങനെ എപ്പോഴും വന്ന് കാല് വേദന, അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപക്ഷെ ഗ്രോയിങ് പെയിൻ ആയിരിക്കും. അങ്ങനെ ഈ പയ്യന് വേണ്ടി നമ്മൾ ആ ഇൻസോള് ചെറിയ ഒരു ഇൻസോൾ ചെയ്ത് കൊടുത്തു. 1 മാസം 1.5 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇവൻ്റെ അസ്വസ്ഥത മാറിയെന്നു. കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ എങ്ങനെയാണ് ഇതൊരു യൂസ്ഫുൾ ആവുന്നത്? കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാലേ, എൻ്റെ ഒരു ജനറേഷൻ ഞങ്ങൾ മണ്ണിൽ കളിച്ച് വളർന്ന ആളുകളാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും ഭൂമി സ്പർശിക്കുന്നേ ഇല്ല. അവർ ജനിച്ചു കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില ചെരുപ്പുകൾ കൊടുക്കും. അത് വെച്ച് കഴിയുമ്പോൾ നടക്കുമ്പോൾ ശബ്ദം കേൾക്കും, പിന്നെ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന് അന്ന് തൊട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പ് സ്കൂളിൽ പഠിക്കുന്നിടം തൊട്ട് തുടരുകയാണ്. ഈ കുഞ്ഞിന് ഭൂമിയുമായിട്ടൊരു സ്പർശവുമില്ല. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് അനിവാര്യമായ ഘടകമാണ്. അത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സയൻസ് ടുഡേ എന്ന് പറഞ്ഞ മാസിക പറഞ്ഞത്, മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മാരകമായ കണ്ടുപിടുത്തം ആറ്റം ബോംബല്ല, ചെരുപ്പാണ്, പാദരക്ഷയാണ്. കാരണം നമുക്ക് ഭൂമിയുമായിട്ട് ബന്ധമില്ല. മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും ഭൂമി നേരിട്ട് ചവിട്ടിയാണ് നിൽക്കുന്നത്. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഭൂമി തൊടാൻ നിൽക്കുന്നത്. അതിന്റെ കാരണം ചെരുപ്പാണ്. അതാണ് അവർ പറയാനുള്ള കാരണം. അപ്പൊ ചെരുപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നതും ഭൂമിയിൽ നമ്മുടെ കാലുകൾ സ്പർശിക്കാത്തതും ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കാണ്. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ പോയാലേ അവർ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് കടൽപ്പുറത്തൂടെ നടക്കുന്നതാണ് ബീച്ചിലൂടെ. നമുക്കതിനൊന്നും ഒരു സമയമില്ല. കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ വന്നു,
ഉച്ചയ്ക്ക് വൈകുന്നേരം ട്യൂഷന് പോയി, പിന്നെ പുസ്തകത്തിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും റാങ്ക് വാങ്ങിക്കണ്ടേ. അതുകൊണ്ട് ആ ഒരു തിരക്കിലാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഇവരുടെ കാല് സ്പർശിക്കാത്ത ഒരു കുറവാണ്. കുഞ്ഞുങ്ങൾക്ക് ഭൂമിയിൽ സ്പർശിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഇതിലൂടെ നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ആയുർവേദിക നമ്മൾ കൊല്ലത്താണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പം എവിടെയൊക്കെ നമുക്കിത് ഷിപ്പ് ചെയ്യാൻ പറ്റും? കാര്യം എൻ്റെ ഫ്രണ്ട് UK യിലുണ്ട്. അപ്പം എങ്ങനെ ഷിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, ഞങ്ങളിത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഷോപ്പുകളിൽ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഷോപ്പുകളിൽ കൊടുക്കാത്തതിൻ്റെ കാര്യം, ഇത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താവിന് അല്ലെങ്കിൽ ഗുണഭോക്താവിന് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇടയ്ക്ക് ഒരു ഇടത്തട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആമസോണിൽ കിട്ടും, ഞങ്ങളുടെ പിന്നെ വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ മോഡൽസ് ഒക്കെ നോക്കിയത് അവൈലബിൾ ആണ്. നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് ചെരുപ്പ് ബുക്ക് ചെയ്യാം. ഇന്ത്യയിൽ ഒരുപാടിടത്ത് അയക്കുന്നുണ്ട്. പാൻ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ്, എവിടെ വേണേലും അവൈലബിൾ ആണ്. സാർ പറഞ്ഞല്ലോ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ പിൻകോഡിലും നമുക്കിത് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. നമുക്കിത് ചെരുപ്പ് വാങ്ങിക്കാൻ 4 മാർഗമുണ്ട്. ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ പോയാൽ മോഡൽ കാണാം, അതിന്റെ പ്രൈസ് നോക്കാം, 10 മോഡൽ നോക്കിയിട്ട് അവർക്ക് സെലക്ട് ചെയ്ത് പണം അടയ്ക്കാൻ സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ അയച്ചു കൊടുക്കും. ഇനി നേരിട്ട് കണ്ട് വാങ്ങിക്കേണ്ട ആളുകൾ കേരളത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോ ആണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മളും ഇവിടെ എത്തിയത് ഇതിന്റെ റിവ്യൂ അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ തേടി പിടിച്ച് നമ്മളിവിടെ എത്തിയപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു ചെരുപ്പെന്ന് പറയുന്നതിൽ ഇത്രയും ആയുർവേദിക് ബേസിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം. അത് ഭയങ്കര ഒരു നല്ല, നമ്മൾ കേരളത്തിൻ്റെ ആയുർവേദം അല്ലേ മൊത്തത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കും കേരളത്തിലുള്ള എല്ലാവർക്കും പ്രൗഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാറിന് അറിയാം, ഞാനും ആക്ച്വലി വെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേ ഒരു പെയർ യൂസ് ചെയ്യാണ് ഫ്രം ദ ബിഗിനിങ് തൊട്ട്. അതായത് ഏകദേശം 4-5 മണിക്കൂറായിട്ട് ഞാനത് യൂസ് ചെയ്യാണ്. എനിക്ക് ഫീൽ ചെയ്ത്, ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരിക്കും, പക്ഷേ ഭയങ്കര ഈ ഒരു എന്താ പറയുക, ഫാക്ടറി ഫുള്ള് ഞാൻ നടന്ന് കണ്ടു, ഇത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. ബട്ട് സോ നൈസ്. ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മളൊരു ചെരുപ്പ് ഉണ്ടാക്കുന്നത് എപ്പോഴും മിഷൻസ് ആയിരിക്കും, പക്ഷെ ഇവിടെ ഒത്തിരി ഹ്യൂമൻ പവർ യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കെല്ലാം താഴെ കാണുന്ന സൈറ്റിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. സാർ അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഭയങ്കര നന്ദിയുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇപ്പൊ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇല്ല വാതരോഗവുമില്ല, ഡയബറ്റീസും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാ ചെയ്യുന്നത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് വരാതെ വന്നാൽ അസ്വസ്ഥത വരാതെ എന്ന് പറഞ്ഞാൽ അസുഖം വരികയല്ല, കാലിന് അസ്വസ്ഥതകൾ വരാതെ സംരക്ഷിക്കാൻ കഴിയും. ഇത് ഉപയോഗിച്ച് നോക്കി തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കല്ല, ഞാനിപ്പോ ഇത് എടുക്കാൻ പോവാണ്, വേറെ ഒന്നിനുള്ള എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എന്റെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഒരെണ്ണം ആദ്യമേ അമ്മയ്ക്ക് കൊടുക്കാം. ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അവരോടൊക്കെ അവരുപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞങ്ങളിവിടെ തേടി വരുന്നവരൊക്കെ ഉപയോഗിച്ച ആളുകൾ പറഞ്ഞ് കേട്ട് വരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപയോഗിച്ചൊരു റിവ്യൂ തരിക. വന്നതിൽ ഞങ്ങളുടെ ഈ ഫാക്ടറി ഒക്കെ വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.